ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ സിമ്മർ എന്ന ബ്രാൻഡിലുള്ള ഒരു ഗ്രൈൻഡർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇത് 2 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൈൻഡറാണ്. അതേപോലെ തന്നെ 2 കൊല്ലത്തെ വാറൻറ്റിയും കൂടിയുണ്ട്. ഇതിനോടൊന്നിച്ച് തന്നെ തേങ്ങ ചിരകുന്ന ചിരവയും അതുപോലെ തന്നെ പോളികാർബണേറ്റ് ബോളൊക്കെ ഉണ്ട് എന്നാണ് കാണുന്നത്. അതേപോലെ ആട്ട നീഡറും കൂടിയുണ്ട്, ഗോതമ്പ് കുഴക്കാനുള്ള സംഭവമൊക്കെ. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം. പിന്നെ ഈ ഗ്രൈൻഡറിൻ്റെ ഹോൾസിൽ പുറത്തോട്ടുകൂടിയാണ് നമുക്ക് മാവും അതേപോലെ തന്നെ അരപ്പൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഞാൻ കാണിക്കാതെ ഫസ്റ്റ് നമുക്കിതിനെ മൂടി നോക്കാം. അതായത് അടപ്പ് കുറച്ച് നല്ല സ്ട്രോങ് ഉള്ള അടപ്പ് തന്നെയാണ്, കൊള്ളുമ്പോൾ പൊട്ടുന്ന രീതിയിലുള്ളതല്ല. അതേപോലെ തന്നെ നടുവിലൊരു ദ്വാരവും കൂടിയുണ്ട്, നമുക്ക് അരക്കുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കുട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുട്ടി നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള കുട്ടിയാണ്. അതായത് നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ്, എടുത്തിട്ട് അധികം വെയിറ്റൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു കവറിൽ എന്താണെന്ന് നോക്കാം. ഈ ഒരു കവറിൽ ആട്ടാ നീഡറുണ്ട്. ഇതാണ് ആട്ടാ നീഡർ. അതേപോലെ തന്നെ ചിരവ ഈ കവർ ഞാനിപ്പോൾ അഴിക്കുന്നില്ല ചിരവയുടെ. ഈ ചിരവ നമുക്ക് ഈ ഒരു ബോളിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് ചിരകുന്നത് നമ്മൾ ഈ ബോളിൽ തന്നെ. അപ്പോൾ നമ്മൾ തേങ്ങ കളക്റ്റായിട്ട് വരും. തേങ്ങ നമുക്ക് ഈ ബോളിൽ തന്നെ സേവ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഇതിലോട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശരിയായി. അങ്ങനെ നമുക്ക് തേങ്ങ ചിരവുന്ന പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൻ്റെ നീഡർ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ആട്ട നീഡർ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഗ്രൈൻഡർ ഒന്ന് പുറത്തെടുക്കാം. ഉള്ളിലൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉള്ളിലൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലോടുകൂടി നമുക്ക് പുറത്തോട്ട് മാവും അതേപോലെ തന്നെ അരപ്പൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ പുറത്ത് നിന്ന് അടപ്പ് മൂടിയിട്ടാണുള്ളത്. ഇത് നമുക്ക് മൂടി ഒന്ന് എടുത്താൽ, ഈ അടപ്പൊന്ന് എടുത്താൽ നമ്മൾക്ക് മാവോ അതേപോലെ തന്നെ അരപ്പോ എന്തും പുറത്ത് നിന്ന് പാത്രത്തിലോട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡർ ഒന്ന് തിരിച്ച് വെള്ളം ഒഴിച്ച് കഴുകിയാൽ തന്നെ പുറത്ത് നിന്ന് തന്നെ കഴുകി എടുക്കാൻ പറ്റും. അതിൻ്റെ കുട്ടി അധികം എടുത്ത് നമുക്ക് കഴുകേണ്ടി വരില്ല. ഇത് ആ ഒരു ഉപയോഗം കൂടി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് എങ്ങനെ നമ്മൾ ഇത് വർക്ക് ആവുന്നതെന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സ്പീഡൊക്കെ നോക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇതിന് കഴുകാനും ഉണ്ടല്ലോ, വെള്ളം കൂട്ടി കഴുകാനുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാം. അപ്പോൾ കുട്ടി തിരികെ വെച്ചിട്ട് ഇതിനെ സ്പ്രിങ് ഇട്ട് ഇനി ഇതിനൊന്ന് ലോക്ക് ചെയ്യാം. ഇനി ജസ്റ്റ് വെള്ളം ഒഴിച്ച് തിരിച്ചു കൊടുക്കാം. നല്ല സ്പീഡിലാണ് തിരിയുന്നുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല സ്പീഡുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൈയിടാനൊന്നും പറ്റില്ല, കൂട്ടാനൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. ഇത് തന്നെ കൂട്ടിക്കോളും. ഇനി നമുക്ക് കഴുകിയ വെള്ളം ഇതുപോലെ പുറത്തോട്ടെടുക്കാം. നല്ല സ്പീഡിൽ പുറത്തോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് ബ്രഷ് ഇട്ടൊക്കെ കഴുകാനുണ്ട്. ഇതിൻ്റെ എവിടെയൊക്കെ മണ്ണ് കാണാം നമുക്ക്. കല്ല് കുറേ പ്രാവശ്യം കഴുകാനുണ്ട്, പുതിയതായിട്ട് വാങ്ങിയതല്ലേ. അപ്പോൾ അതൊക്കെ ഇതിൽ മണ്ണ് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ബ്രഷ് ഇട്ട് കഴുകാനുണ്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ അർത്ഥം ഒക്കെ ഞാൻ നെക്സ്റ്റ് നോക്കാം. അരപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.